അതിന്റെ പൈസ ഇട്ടത് അല്ലേ? ഇതിപ്പോ നമ്മളിപ്പോ മൊത്തം വാങ്ങിയിട്ട് ഇതിപ്പോ 1,00,000 റുപ്യല്ലേ ആവും. നമ്മൾ 1.5-നല്ലേ കരാറാക്കിയത്. എനിക്കിപ്പോ ഒരു 5,000 റുപ്യയുടെ ഉള്ളൂ. അതിന് ഡിസ്കൗണ്ട് ആക്കിയാണ്. എനിക്ക് എന്നാലും കുറെ ലാഭം ഉണ്ടാവും. അങ്ങനെ പറയരുത്. നമ്മൾ 1.10 പറഞ്ഞത് നിങ്ങളെല്ലാം കൂടി പറഞ്ഞ് 1.5 നിങ്ങളെ റേറ്റിന് നമ്മൾ ഉറപ്പിച്ചത്. അതിൽ നിന്നും പിന്നെ 5 റുപ്യ കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിലൊന്നും ഉണ്ടാവില്ല. പണിക്കൂലി വരെ എനിക്ക് കിട്ടാനുണ്ടാവില്ല. അതൊക്കെ ഉണ്ടായി ഞാനും കുറെ പണിയൊക്കെ എടുപ്പിച്ചാ. ഒരു 5 റുപ്യന്റെ കേസല്ലേ അല്ലേ? നിങ്ങൾ തമ്മിലുള്ള ഇടപാട് കഴിഞ്ഞു. ഞാൻ പോയി കേസും തിരക്കുണ്ട്. അല്ല റഫീഖേ, ആ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നീ അതൊരു പണി കഴിഞ്ഞിട്ട് തരാമെന്നല്ലോ പറഞ്ഞത്. എന്താണ് സ്ഥിതി? പണി കഴിഞ്ഞില്ലേ? എടാ പണിയൊക്കെ കഴിഞ്ഞത്. ഞാൻ ആ പണി കഴിഞ്ഞിട്ട് എൻ്റെ പൈസ തരണമെന്ന് വിചാരിച്ചു പോവാ. 1.10 ഞാൻ പറഞ്ഞതാ. പക്ഷെ ഓരത് പറഞ്ഞ് കുറച്ച് 1.5-നാക്കി. 1.5 പിന്നെ പണി കഴിഞ്ഞതിന് ശേഷം പോകാൻ എന്ത് ചെയ്ത് അതിൽ നിന്ന് 5 റുപ്യം കുറച്ചിട്ട് 1,00,000 റുപ്യ അവൻ തന്ന ആകെ. അത് പണിക്കാരെ കൂലിയും സാധനവും എല്ലാം കൂടി വാങ്ങിയിട്ട് അത് കഴിഞ്ഞു. ചുരുക്കി പണിക്കെങ്കിൽ എനിക്കെൻ്റെ പണിക്കൂലി വരെ അതിന് കിട്ടിയില്ല. അത് നമ്മുടെ രമേശിന്റെ പണിയല്ലായിരുന്നു. ഓനങ്ങനെ ചെയ്തോ? രമേശൻ ആയതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ 1.15 പറയാൻ വിചാരിച്ചത്. 1.15 ഉണ്ടത്. നമ്മളാ ഒരു കമ്പനി ബേസിലാണ് ഞാൻ 10 തന്നത്. അത് നോനിലൂടെ 1.5 അതിൽ നിന്നാണ് പോകുന്നത്. അത്രയും കുറച്ച് എന്താ ചെയ്യുക? എനിക്ക് ഓർമ്മയില്ല. ആൾക്കാരെങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് സംസാരിച്ചു നോക്കും. അത് പ്രശ്നമാക്കണ്ട. ഞാനവനെ ഒന്ന് കാണട്ടെ. ഞാൻ കാര്യങ്ങൾ അവനോട് ചോദിച്ചിട്ട് പറയാം. ആയിക്കോട്ടെ. അല്ലേ, എൻ്റെ ഫാബ്രിക്കേഷന്റെ പണി റഫീഖ് അല്ലേ അതിനടുത്ത്? റഫീഖ് ആണല്ലോ. എന്നിട്ട് ഞാൻ ഓന് പൈസ ഫുള്ള് കൊടുത്തില്ലേ? ഓനെ ഞാൻ ഫുള്ള് കൊടുത്താ. അതെങ്ങനാ? ഇനി ഓന് 1.5-നല്ലേ ഓന് കരാറെടുത്ത്? ഇനി 1 ഉറുപ്പ്യല്ലേ കൊടുത്ത്? 1.5 എടുത്തിട്ട് 1 കൊടുത്തല്ലോ. അതിലൊക്കെ ഓന് നല്ല ലാഭം ഉണ്ടാവും. എന്നാലേ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് പണിയെടുക്കാന്. അപ്പൊ ഒരു പണി കിട്ടട്ടെ വിചാരിച്ചിട്ടേ എടുക്കുന്ന പണിയാണിത്. എന്തായാലും റഫീഖിന് ഇതിൽ നഷ്ടം ഉണ്ടാവില്ല. ആയിക്ക് ഉറപ്പാ. ഓനിക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഞാൻ ഓൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഓൻ കാര്യങ്ങൾ പറഞ്ഞത്. എൻ്റെ പണീൻ്റെ അതിലേ ഓന് 1 ഉറുപ്പ്യം കിട്ടിയില്ല. ഓൻ്റെ കൂലി വരെ കിട്ടിയില്ല. അങ്ങനെ വരാൻ വയ്യില്ലല്ലോ. ഒന്നും കാണാണ്ട് അവൻ ആ റൈറ്റിൽ എടുക്കൂലല്ലോ. ഓൻ ആ റൈറ്റിലെടുത്തതേ നമ്മൾ തമ്മിലുള്ള കമ്പനി വയസ്സിലാണ്. ഓൻ്റെ അവസ്ഥയെ പറ്റ മോശമാണ്. ഇനി കൊടുക്കാനുള്ളത് എന്തെങ്കിലും ആക്കിയാൽ കൊടുത്താള്. ഞാനിങ്ങനെ ഒന്നല്ല കണക്കൂട്ടി. ഓൻ വലിയ കരാറൊക്കെ ആണല്ലോ. അപ്പൊ അതില് നല്ലൊരു പൈസ ഉണ്ടാവും വിചാരിച്ചു. ഇപ്പൊ കരാർ എടുക്കുന്ന പോലെ കാര്യം പറ്റ അവതാളത്തിലാണ്. പണിക്കാരെ പൈസ ഓൾക്ക് റെഡിക്ക് കൊടുക്കണം. അത് കൊടുക്കണല്ലോ. പിന്നെ ഓൽബേൽക്ക് കരാർ എടുക്കുന്നവർക്ക് ഒന്നും ഉണ്ടാവില്ല. അത് ഞാനാ കൊടുത്തേക്കാം. മറ്റുള്ളവനെ കൊണ്ട് അധ്വാനിപ്പിച്ചിട്ടേ ഒരുപാട് ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഒരു നല്ല പൈസയല്ലല്ലോ.